അതെ, ഷൂട്ട് ചെയ്യണ്ടേ? സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് അനന്തുവേ? നമ്മൾ കുറച്ച് ഓണം ഔട്ട്ഫിറ്റ്സ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഓണത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമല്ല, നിങ്ങൾക്ക് കപ്പിളായിട്ട്, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ഫെസ്റ്റീവ് ഒക്കേഷൻസിനായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് പെയർ ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അനന്ത് എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ചുമ്മാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓണമൊക്കെ ആയതുകൊണ്ടിട്ട് കുറച്ച് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഓർത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് തുടങ്ങിയാലോ? സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. Mama papa re re mama papa ni ni mama papa ni ni sa 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 ni da pa ma ga re pa 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 mama pa 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 ma pa ni da pa ma ga re ga sa re ma pa 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 mama pa 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 ma pa sa ni da pa ma ga re ga sa ni sa re ma ga re ma pa ni da pa ma pa ni sa re ma ga re sa ni da pa ma ga re pa 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 mama pa 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 ma pa ni da pa ma ga re ga sa re ma pa 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 mama pa 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 ma pa sa ni da pa ma ga re ga sa ni sa re ma ga re ma pa ni da pa pani sari magari sani da pa magari ma pa 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 mama pa 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 ma pani da pa magari sa നിങ്ങളിപ്പോൾ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനാണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അനന്തുവിൻ്റെ ഔട്ട്ഫിറ്റ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഔട്ട്ഫിറ്റ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണല്ലോ അനന്തു. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് അനന്തു ആ ഒരു ഇൻഡോ വെസ്റ്റേണിൻ്റെ കൂടെ, ആ ഒരു ജാക്കറ്റിൻ്റെ കൂടെ ഇട്ടിരുന്നതാണ് ഈ ഒരു കുർത്തയും പാൻസും കേട്ടോ. നല്ല ഐവറി ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇങ്ങനത്തെ നമ്മൾ ബേസ് കളേഴ്സ് എടുക്കാൻ നേരത്തുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലെങ്കിലും ജൂത്തീസോ അതുപോലെ എന്തെങ്കിലും ഷോളൊക്കെ ഇങ്ങനെ കളറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ അതെ, ഇതുപോലെ ഇങ്ങനെ സുന്ദരിയായിട്ടുള്ള പാർട്ട്ണറിൻ്റെ കൂടെ നിൽക്കാൻ നേരത്ത് പറന്ന് അപ്പോൾ അങ്ങനെ പാർട്ട്ണറുടെ കൂടെ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ ആളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കണ പോലെ കണ്ട കോൺട്രാസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദുപ്പട്ട വേണമെന്നില്ല കേട്ടോ. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഐവറി ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അക്സറീസ് മാത്രം കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ അനന്തുവിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, ഭയങ്കര സോഫ്റ്റ് ആണെന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. പേരിൽ 2 തടവിൽ കൂടുതലിരിക്കട്ടെ. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അനന്തുവിൻ്റെ വന്നേക്കുന്ന. ഈ ഒരു ഫാബ്രിക് തന്നെ കേട്ടോ പാൻസിന് വന്നിട്ടുള്ളതും ഐവറി ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞില്ല, കുറേ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ജാക്കറ്റൊക്കെ, കുഞ്ഞു ജാക്കറ്റൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. ഇതിനൊക്കെ പക്ക പേരുകളുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വരണില്ല, അതുകൊണ്ടിട്ട് എന്തോ ഒരു പേര് പറയും ഇതിന്. നമുക്ക് അറിയാം, എംബ്രോയിഡറി ഒക്കെ ഉള്ള ജാക്കറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. ഒത്തിരി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഈ കോളർ പാറ്റേൺ ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അനന്തു, ഇനി എൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റി പറയാം. നമുക്ക് കൂടുതൽ ഒന്നും പറ്റി പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞു തന്നില്ലേ ഈ ഫാബ്രിക് എന്താണെന്നുള്ളത്? ഇതെന്ത് സാധനം വരുന്നത്? ചന്തേരി. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ വാക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിപൊളി കുട്ടനാടാട്ടം വന്ന് നിൽക്കണം. അതുകൊണ്ട് ഇങ്ങനെ ബോട്ടൊക്കെ പോണ സൗണ്ട് ഒക്കെ ഉണ്ടാവും. നമ്മൾ ആ ഒരു അല്ലേ ഭംഗിയുള്ള സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കണം. ബാക്ക് ടു ചന്തേരി. ചന്തേരി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ ഇത് സിൽക്കിന്റെ ദുപ്പട്ടയാട്ടോ. ഇത് അത് നല്ല എന്താ പറയാ, റാണി പിങ്ക് ഷെയ്ഡുള്ള ദുപ്പട്ടയാണ്. അതിലും നല്ല അടിപൊളി ഗോൾഡൻ മോട്ടീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിനാണ് മോട്ടീവ്സ് എന്ന് പറയണത്. പിന്നെ ഇതെന്താ സാധനം? എനിക്കറിയില്ല. ടാസിൽസ് ആട്ടോ. ഞാൻ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതാട്ടോ. ടാസിൽസ് ആണിത്. ഓക്കെ, ടാസിൽസും കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു ഭയങ്കര എലഗന്റ് ലുക്കാട്ടോ ദുപ്പട്ടയുടെ കെഞ്ചിൽ വരാൻ നേരത്ത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കമ്പൈൻ ചെയ്ത ഒരു ഭംഗി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റിന്റെ ഈ ഒരു കോൺട്രാസ്റ്റിംഗ് എൻ്റെ അക്സറീസ് ആണ് കേട്ടോ. ആളുടെ വന്നിട്ട് പ്ലെയിൻ ആണ്, എൻ്റെ വന്നിട്ട് കോൺട്രാസ്റ്റിംഗ് ദുപ്പട്ട വരുന്നതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാക്കണത്. അല്ലേ? സെറ്റല്ലേ?
ഔട്ട്ഫിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളറും അതുപോലെ തന്നെ അനന്തുവിൻ്റെ ഈ ഒരു കുർത്തയിൽ പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ, കുർത്തയിൽ വന്നേക്കണ ഈ മോട്ടിഫുമാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആക്ച്വലി ഈ പ്രിന്റ് ഉള്ള ഫ്ലോറൽ പ്രിന്റ് ഉള്ള ദുപ്പട്ട അല്ലേ, എനിക്ക് ഒത്തിരി ഭയങ്കര ഇഷ്ടമായി. ശരിയാട്ടോ, ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ സെറ്റ് സാരി സെറ്റ് മുകളിൽ ഇങ്ങനത്തെ പ്രിന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ആ ഒരു കൈൻഡ് ഓഫ് ആണ് എൻ്റെ ദുപ്പട്ട. ഞാൻ നോട്ടം കിട്ടിയത് ഇവിടെ തന്നെ ഈ ഫ്ലവറിലല്ലേ. ശരി, ഇത്തരത്തിലൊരു പ്രത്യേക ഒരു എലമെന്റ് അത്. പിന്നെ ഈ വള കൊള്ളാം, തൂക്കമുള്ളൊരു ജിമിക്കി വള അല്ലേ. എനിക്ക് നേരത്തെ ഇതേപോലെ ഒരു മുക്കുത്തി ഉണ്ടായിരുന്നു, ഇങ്ങനെ തൂക്കോളം മുക്കുത്തി. അത് ഇതേപോലെ നമ്മള് അല്ല ഞാനാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തൂക്കോളം ഇടാൻ വേണ്ടിയിട്ട്. അത് ശരി, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഫിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അനന്തുവിന്റെ ഔട്ട്ഫിറ്റ് ചെയ്തേക്കുന്ന ഹൗസ് ഓഫ് MK ആട്ടോ, ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ സ്വന്തം മോഹന്റെ ബുട്ടീക്കാണ്, അവരാണ് ചെയ്തിട്ടുള്ള. അനന്തുവിന്റെ കുർത്തയും മുണ്ടും കേട്ടോ. മുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് ഇതിന് ചേർന്ന രീതിക്കൊരു മുണ്ടെടുത്തേക്കുന്ന. എൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്തേക്കുന്നത് നൂറിയ കൊറ്റൂർ ആണ്, എൻ്റെ സ്വന്തം അസീറയുടെ ബുട്ടീക്കാണ്, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആള്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇട്ടപ്പോഴത്തേക്കും ഭയങ്കര കോമ്പിനേഷൻ ആയല്ലേ. പിന്നെ അതുപോലെ തന്നെ അനന്തുവിൻ്റെ ജുബയിൽ വന്നേക്കണ ഈ ഗോൾഡൻ മോട്ടിഫ് എൻ്റെ ഈ വർക്കിനോട് നന്നായിട്ട് ചേരണുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ മെറൂൺ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ട്രഡീഷണൽ ആ ഒരു വൈബാണ് കിട്ടണം അല്ലേ അനന്തു. നമുക്ക് പണ്ടത്തെ ഒരു ഇങ്ങനെ ഡാർക്ക് ഗ്രീൻ അതുപോലെ മെറൂണൊക്കെ വരാൻ നേരത്തെ ആ ഒരു കൈൻഡ് ഓഫ് ഇതല്ലേ നമുക്ക് കിട്ടണേ, നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല കളറാണ് കേട്ടോ, ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ കൂടി ഗോൾഡൻ കോമ്പിനേഷനാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ആക്സറീസിലൊക്കെ ആണെങ്കിലും ഞാൻ ആ ഒരു മെറൂണും ഗോൾഡും കൂടിയുള്ള കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അനന്ത് നല്ലൊരു ഗോൾഡൻ ചെയിനൊക്കെ ഇട്ടിട്ട് അനന്തും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള ഔട്ട്ഫിറ്റിനെ പറ്റി, സുഖം കൊണ്ടിടാനായിട്ട് നല്ല മെറ്റീരിയൽ ആണ്. ശരിയാട്ടോ, ക്രൈപ്പാണ്, ക്രൈപ്പ് മെറ്റീരിയൽ ആണ്. എൻ്റെ ഇത് വന്നിട്ട് കോട്ടൺ സിൽക്കാണ് വന്നേക്കുന്നത്, അതിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആട്ടോ പോയേക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ട് ആണെങ്കിലും ഭയങ്കര ഫ്ലോയി ആണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ദുപ്പട്ടയാണ്, ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഉള്ള ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ടോട്ടലി ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ അടിപൊളിയായിട്ടുണ്ട്. മുടിതാളം കളിയാടും നാടേണിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഞങ്ങളിങ്ങനെ കുട്ടനാടിൻ്റെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വഴിയരികിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഔട്ട്ഫിറ്റ് അറിയണ്ടേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അല്ലേ, എല്ലാത്തിൻ്റെയും കൂടെ ഒരു വാലുണ്ടല്ലോ ഔട്ട്ഫിറ്റ് അറിയണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് ആത്മാബായ് അമിത എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചത്, അവർക്ക് സ്റ്റോറും ഉണ്ട് കേട്ടോ കുണ്ടന്നൂർ. അപ്പോൾ അവരയച്ചത് എന്താണ്, എനിക്ക് ഈ ഒരു നല്ല രസമുള്ള കുർത്ത, പിന്നെ അനന്തുവിൻ്റെ കയ്യിലുള്ള അല്ലേ പെപ്പേ ജീൻസിൻ്റെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് എന്തോ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാന്ന് തോന്നി കേട്ടോ. കോറലും പ്ലസ് ഞാൻ ഒരു പിങ്കും റെഡും കൂടി മിക്സാണ് എൻ്റെ ആക്സറീസിലൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പം അനന്തുവിൻ്റെ ഔട്ട്ഫിറ്റ് എന്താ പറയുക, ഒരു തനി നാടൻ മലയാളി ലുക്ക് എന്നൊക്കെ വേണേൽ പറയാം അല്ലേ പറയാൻ പറ്റില്ലേ, എന്താ ചിരിക്കണ. അപ്പോൾ അങ്ങനത്തെ ഒരു ലുക്കിലാണ് അനന്തു നിൽക്കണേ. ഞാൻ നല്ല കുർത്തയും നല്ല എന്താ വെട്ടിത്തിളങ്ങണ മജന്ത കളറുള്ള ലെഗിൻസൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ കുറേയേറെ കട്ട് ബീറ്റ്സിൻ്റെ വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി. പിന്നെ കയ്യിൽ സ്ലീവ്സിലും പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ കട്ട് ബീറ്റ്സിൻ്റെ വർക്കും ഷുഗർ ബീറ്റ്സിൻ്റെ വർക്കൊക്കെ ഭയങ്കര മിനിമലായിട്ട്. നമുക്ക് ഓണത്തിന് നിങ്ങൾക്ക് ഹെവി സാരിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് ഇങ്ങനത്തെ കുർത്താസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിന് വേണമെങ്കിൽ നിങ്ങളുടെ അക്സറീസിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും കളേഴ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷർട്ടൊക്കെ ചെയ്തിട്ട് ആളെയും ഇങ്ങനെ ഒരു മലയാളി മങ്കനാക്കാവുന്നതാണല്ലേ. അതൊന്നും പറയാനില്ലേ? ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തേർഡ് ഔട്ട്ഫിറ്റ്. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള് തിരുവാതിരയായി തിരനോട്ടവുമായി മനസ്സിൽ കൊതിയേറാനായോടനിലാവ് വള്ളം കളിയായി പൊന്നോണപ്പാട്ടുമായി അത്തം പത്താകും നാൾ പൂത്തിരുനാള് പൊന്നാനപ്പാറമേൽ കുടമാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഞങ്ങൾ രണ്ടുപേരും നല്ല മലയാളി തനിമയിൽ വന്ന് നിൽക്കുവാണല്ലേ.
ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റാണ് ഞങ്ങളുടെ ഇത്. ഞങ്ങൾക്ക് കേരള ട്രഡീഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് അയച്ചു തന്നാ കേട്ടോ. ഇത്ര നേരം ഞങ്ങൾ കളേഴ്സ് വെച്ചിട്ടാണ് സിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പ്രോപ്പർ ഒരു മാച്ചിങ് ഔട്ട്ഫിറ്റ് കിട്ടിയല്ലേ. എന്താ ഇഷ്ടപ്പെട്ട ഇത്രയും ഔട്ട്ഫിറ്റിൽ? അനന്തുവിൻ്റെ ഔട്ട്ഫിറ്റിൽ അനന്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? കുർത്ത ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ഈ മുണ്ടില്ലേ റിവേഴ്സിബിൾ ആണെന്നുള്ളതാണ് സത്യം. അറിഞ്ഞിട്ടില്ലെന്ന് തോന്നണട്ടാ. ഇത് ബ്ലൂവും ഇപ്പുറത്ത് പിങ്കും ആണ്. എൻ്റെ ഇതിൽ കണ്ടോ ബ്ലൂവും പിങ്കും ഉള്ള പോലെ തന്നെ അനന്തുവിൻ്റെ മുണ്ടിൽ റിവേഴ്സിബിൾ ആയിട്ട് അപ്പുറത്ത് പിങ്ക് സൈഡും ഉണ്ട്. മാറ്റിയൊക്കെ വേണമെങ്കിൽ ഉടുക്കാമേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കണ്ടോ മാച്ചിങ് ആയിട്ടുള്ള കുറേയേറെ ബ്ലൗസും അല്ല എല്ലാം ഞങ്ങൾക്ക് മാച്ചിങ് ആണ്. ഞങ്ങൾ ഇന്ന് ഫുൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രിൻറ്റിൻ്റെ ആ ഒരു 6 ആക്ക് പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ ആ ഒരു സെറ്റ് സാരിയുടെയൊക്കെ ആ ഒരു മെറ്റീരിയൽ തന്നെയായിട്ട് ഇതിന് വന്നിട്ടുള്ളത്. കസവുണ്ട്. പിന്നെ ഞാൻ മീഷോന്ന് 160 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള വള, ഇത്രയും വള എനിക്ക് കിട്ടി കേട്ടോ. ഇത് ഭയങ്കര കുപ്പികളായിട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. ഓവറോൾ ഭയങ്കര ഹാപ്പി ആയല്ലേ. സെറ്റ് നല്ല ഔട്ട്ഫിറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ കാണിച്ച കപ്പിൾ ഓണം ഔട്ട്ഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണല്ലേ അനന്തു? എല്ലാത്തിനും പിന്നല്ലാതെ അതെ ഇത് മാത്രമല്ല പറയാനായിട്ട്. ഇഷ്ടപ്പെട്ട വീഡിയോ ഷൂട്ട് ചെയ്തത്? നിങ്ങളുടെ സീരിയൽ ഷൂട്ടിനാണ് ഇപ്പൊ ഞങ്ങളുടെ എന്താണ് വീഡിയോ ഷൂട്ടിനാണ് ഇപ്പൊ സീരിയലാണ് ഇതിലെ സുഖം. എന്ത് സാധനം വേറെ ഒന്നല്ല, നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി അഭിനയിച്ചാൽ മതിയല്ലേ. മനസ്സിലായില്ലേ? ആക്ഷൻ പറയുമ്പോ ചെയ്യാ, കഴിയുമ്പോ മാറിയിരിക്കുക. ഞങ്ങളൊക്കെ സന്തോഷ് പണ്ഡിറ്റ് അത് മനസ്സിലായ മേക്കപ്പ് മുതല് ഹെയർ മുതല് ഡയറക്ഷൻ മുതലെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. അതാണ് യൂട്യൂബേഴ്സിന്റെ പ്രത്യേകത. മനസ്സിലായ? നമ്മള് ഭയങ്കര ടാലന്റഡ് ആണ് നിങ്ങളെ കാര്യം. ചുമ്മാട്ടാ, എല്ലാം അടിപൊളിയാണ്. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഈ വീഡിയോ കാര്യങ്ങളെല്ലാം. എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഞങ്ങൾ ഇടാനായിട്ട്. നെക്സ്റ്റ് ഇയർ മുതൽ സെറ്റ് ആക്കാട്ടെ. ഈ മനുഷ്യനെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഔട്ട്ഫിറ്റ് സെറ്റായി കിട്ടിയപ്പോൾ ലേറ്റായി. പിന്നെ നമ്മൾ കുട്ടനാടാട്ടോ പോയി ഷൂട്ട് ചെയ്ത്. പിന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടത് സജുബുക്കാനാണല്ലേ. സജുബുക്കയുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വന്നല്ലേ ഒരു ദിവസം. ഞങ്ങൾ കിടന്ന് ഉറങ്ങി അങ്ങനെ. പാവം സജുബുക്ക. ഹണികോം വെഡിങ്സ് ആണ് സജുബുക്കയുടെ പേജ്. ഞങ്ങളുടെ കല്യാണമൊക്കെ എടുക്കാൻ സജുബുക്ക. അതെ, ആത്മാർത്ഥതയുള്ള ഞങ്ങളുടെ സ്വത്താണ് സജുബുക്ക. അതെ, അപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഒക്കെ സജുബുക്കാണ് എടുത്തത്. വെഡിങ്ങും സജുബുക്കാണ് എടുക്കണം. ഞാൻ പേജ് കൊടുക്കാട്ടോ. നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അന്വേഷിച്ച് നോക്കും. സജുബുക്കയുടെ അടുത്ത് അടിപൊളിയായിട്ടൊക്കെ എടുത്തു തരും. നിങ്ങളുടെ വീഡിയോസും അതുപോലെ തന്നെ കല്യാണ വീഡിയോസ് ഒക്കെ എടുത്തു തരും. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു, കാരണം അത്രയും പുള്ളി എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അതുവരേക്കും ബൈ.